മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായികയാണ് കാണിക്കുന്നത്. നായികയുടെ പേരാണ് ഗ്രേസ്. ഗ്രേസിൻ്റെ കല്യാണമാണ് ഇന്ന്. അതും ഇവിടുത്തെ കോടീശ്വരനായ അലക്സ് ലീഡോമാസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഫാമിലി നെയിമാണ്. ഗ്രേസ് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ എന്നെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു, ഞാൻ നിന്റെ സ്വത്ത് ആഗ്രഹിച്ച നിന്നെ സ്നേഹിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അന്നേരം തമേശ രൂപേണ അലക്സ് പറയുന്നുണ്ട്, ശരിയല്ലേ, നീ എൻ്റെ സ്വത്ത് ആഗ്രഹിച്ചല്ലേ എന്നെ കിട്ടുന്നത്. ആ സമയത്താണ് ബ്രദർ ഡാനിയൽ കയറി വരുന്നത്. ഡാനിയൽ ഒരു ആൽക്കഹോളിക്കാണ്. ഡാനിയൽ വന്ന ഉടനെ ചോദിക്കുന്നത്, നീ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതല്ല, നിനക്ക് ഇപ്പോഴും സമയമുണ്ട് ഇവിടുന്ന് പോകാനെന്ന് പറയുന്നത്. നമ്മൾ ഓർക്കും അതിന് അങ്ങനെ പറയുന്നെന്ന് ഓർക്കും. ഇത് പറഞ്ഞിട്ട് ഡാനിയൽ അങ്ങ് പോകും. എന്നാൽ ഈ സമയത്ത് ഗ്രേസ് പറയുന്നുണ്ട്, ഓ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിലെ ഗെയിം കളിക്കണമല്ലേ. ഈ ഗെയിമിൻ്റെ കാര്യം പറയുമ്പോൾ അലക്സിൻ്റെ മോഹം അങ്ങ് മാറുന്നുണ്ട്. അതൊക്കെ പോട്ടെ, താഴെയെല്ലാം റെഡിയാണ്, നമുക്ക് താഴോട്ട് പോയാലോ എന്ന് അലക്സ് പറയുന്നുണ്ട്. ഗ്രേസ് ഒരു വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ നിൽക്കുന്നതാണ് ഗ്രേസിൻ്റെ അമ്മായിച്ചൻ, അതായത് അലക്സിൻ്റെ അച്ഛൻ. പിന്നെ ആ കസേര ഇരിക്കുന്ന വെള്ള മുടിയുള്ള ഒരു വല്ലാത്ത നോട്ടം നോക്കുന്ന വല്യമ്മച്ചിയില്ലേ, അതായത് ടോണിയുടെ സിസ്റ്റർ ഹെലനെ ലീഡോമാസ്. പിന്നെ ഈ നിൽക്കുന്നതാണ് ഡാനിയലിൻ്റെ ഭാര്യ, പേര് ചാരിറ്റി ലീഡോമാസ്. പിന്നെ ആ നിൽക്കുന്നതാണ് അമ്മായിയമ്മ, അതായത് അലക്സിൻ്റെ അമ്മ ബെക്കി ലീഡോമാസ്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് രാത്രിയായി. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റാ. അവർ റൂമിലൂടെ ചെല്ലുമ്പോൾ ദേ ആ വെള്ളമുടി അമ്മച്ചി അവിടെ ഇരിക്കുന്നത്. അമ്മച്ചി പറയും, ആദ്യം ഗെയിം, അത് കഴിഞ്ഞ് മതി മറ്റെന്തോന്ന് പറയും. താഴെ എല്ലാവരും റെഡിയാണ്, നിങ്ങൾ പെട്ടെന്ന് താഴോട്ട് വരാൻ പറയും. ഗ്രേസി ചോദിക്കും, എന്താണ് ഈ ഗെയിം. അലക്സ് പറയുന്നുണ്ട്, അപ്പം അത് പെട്ടിക്കകത്തുനിന്ന് ഒരു കാർഡ് വരും, ആ കാർഡിൽ പറയുന്ന ഏത് ഗെയിമാണോ നീ കളിക്കണം. ഗ്രേസി ചോദിക്കും, അപ്പം ഞാൻ ജയിക്കണമെന്ന് ഉറപ്പുണ്ടോ. ജയിക്കണമെന്നൊന്നുമില്ല, നീ ജസ്റ്റ് ഒന്ന് കളിച്ചാൽ മതി. ഇപ്പം ഇത് നിർബന്ധമാണോ എന്ന് ചോദിക്കും. അപ്പം അലക്സ് പറയും, ശരിക്കും നിർബന്ധമാണ്, ഞങ്ങൾക്ക് പൈസ ഉണ്ടായത് ഈ ഗെയിമിൽ നിന്നാണെന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ വെഡിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കും ഞങ്ങൾ ഈ ഗെയിമിനാണ്. ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നീ ഒഫീഷ്യലി ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവും. താഴെ എത്തുമ്പോൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ബെക്കി ഗ്രേസിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഗ്രേസ് ഒരു ഓർഫനാണ്. ഗ്രേസിന് ആരുമില്ല, ഒരു ഫാമിലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അലക്സുമായിട്ട് നേരത്തെ പ്രേമത്തിലായിരുന്നു. അപ്പോൾ ഗ്രേസിൻ്റെ നിർബന്ധം കാരണമാണ് അലക്സായിട്ട് ഇങ്ങോട്ട് വന്നത്. അലക്സിന് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യം പറഞ്ഞ് ബെക്കി പറയുന്നുണ്ട്, ഞാൻ മോളെ ഇന്ന് നിന്നോട് കടപ്പെട്ടിരിക്കും, കാരണം നീ അലക്സിനെ നീ തിരിച്ചു കൊണ്ടുവന്നു, എനിക്ക് നീ ഒരു മോളെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോറി, ഞാൻ കല്യാണത്തിന് എത്താൻ മറന്നുപോയി, എൻ്റെ പേരാണ് ഫിച്ച്, ഇതെൻ്റെ ഭാര്യ എമിലി. ഈ എമിലി അലക്സിൻ്റെ സിസ്റ്ററാണ്, അതായത് ഡ്രഗ് അഡിക്റ്റും കൂടെയാണ്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇവരെല്ലാം വട്ടത്തിൽ ഒരു ചെയറിൻ്റെ അവിടെ ഇരുന്നിട്ട് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്തുനിന്ന് ഇവളൊരു കാർഡ് എടുക്കണം. ആ കാർഡിലുള്ള ഏത് ഗെയിമാണോ അതൊരു കളിക്കണം. അതിനിടയ്ക്ക് ടോണി ഒരു കഥ പറയുന്നുണ്ട്, ഞങ്ങളുടെ പണ്ട് മുത്തച്ഛന്മാരും തൊട്ട് ഇത് കളിച്ചു വരുന്നതാണ്, ഞങ്ങൾ ഈ ഗെയിം കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ലക്ക് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര വെൽത്ത് ഉണ്ടായി, അത് ഞങ്ങൾ ഇതിലുള്ള വിശ്വാസം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട്. അവസാനം ആ പെട്ടി ഗ്രേസിൻ്റെ കൈ കിട്ടി. ഗ്രേസ് ഒരു കാർഡ് എടുത്ത് വായിച്ചു നോക്കുമ്പം അത് ഹൈഡ് ആൻഡ് സീക്ക്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു നിശബ്ദത കാണും. അലക്സും ഡാനിയലും ഒരു പ്രത്യേക രീതി നോക്കുന്നുമുണ്ട്. അപ്പോൾ ടോണി പറയും, മോളെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഗ്രേസ് പറയും, നിനക്ക് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, വീട് മുഴുവൻ ക്യാമറയല്ലേ, ഞാൻ എവിടെ വിളിച്ചാലും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ടോണി പറയും, മോളെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഗെയിം കളിക്കുന്ന നേരത്ത് ഇതെല്ലാം ഓഫ് ചെയ്യുമെന്ന് പറയും, മുത്തച്ഛൻ മുതലുള്ള ആചാരമാണ് ഇത്, അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ നോക്കത്തില്ലെന്ന് പറയും. അപ്പോൾ ഗ്രേസി ചോദിക്കും, ഇതിന് ജയിക്കാൻ വല്ല വഴിയുണ്ടോ. അപ്പം ടോണി പറയും, രാവിലെ വരെ ഒളിച്ചിരുന്നാൽ ചില ചാൻസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഗ്രേസ് ഒളിക്കാനും പോയി. ഗ്രേസ് ഒളിക്കാൻ പോകുമ്പോഴാണ് ആ ടോണി വെട്ടുകത്തി തോക്ക് അമ്പ് എടുത്ത് ഓരോരുത്തരുടെ ഇങ്ങനെ കൊടുക്കുക, എന്തോ ഹണ്ട് ചെയ്യാൻ പോകുന്ന പോലെ. ഇപ്പോഴാണ് ഇതുകൊണ്ടാണ് നേരത്തെ അലക്സും ഡാനിയലും ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഒരുമാതിരി മോഹൻ ചുളിക്കുക. അവർക്ക് നേരിട്ട് ഇത് പറയാൻ പറ്റത്തില്ലായിരിക്കും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അലക്സിനും ഡാനിയലിനും മാത്രമേ ഉള്ളൂ ഒരു എന്തോ ഒരു സങ്കടം പോരെ, ബാക്കി എല്ലാവർക്കും എന്തോ ഒരു സന്തോഷമാണ്. കൂടുതൽ സന്തോഷം ആ വെള്ളമുടി അമ്മച്ചിക്ക്. ഇവരെല്ലാവരും ഈ ടേബിളിന് മുമ്പ് ഇരുന്നപ്പം മിസ്റ്റർ ലബേൽ എന്ന് പറയുന്നുണ്ട്. ലബേൽ എന്ന് പറഞ്ഞ ഒരു ഡീമോണിക് എൻറ്റിറ്റിയാണ്. ആ ഡീമോണിക് എൻറ്റിറ്റി പറഞ്ഞിട്ടാണ് ഇവർ ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഈ ഗെയിം പൂർത്തിയാക്കി ആ ഡീമോണിക് എൻറ്റിറ്റിയാണ് ഇവർക്ക് ഈ ലക്കും വെൽത്തും എല്ലാം കൊടുക്കുന്നത്. ഗ്രേസ് ആദ്യം പോയി വിളിക്കുന്ന ഒരു ചെറിയൊരു ലിഫ്റ്റ് പോലത്തെ സാധനത്തിനത്. അതിനകത്ത് കുറേ നേരം ഓടിക്കുമ്പോൾ ആരും വരുന്നില്ല. അപ്പോൾ ഗ്രേസ് പതിയെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് അലക്സ് വന്ന് പിടിച്ചുകൊണ്ട് വന്ന് റൂമിൻ്റെ അവിടെ കൊണ്ടിരുത്തുന്നത്. അപ്പോഴത്തേക്കും അവിടെ ജോലി ചെയ്യുന്ന ഒരു സർവൻ്റ് ആ റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് ഒറ്റ വെടിയ സർവൻറ്റിൻ്റെ മോന്തയ്ക്ക്. അത് ചെയ്താരാന്ന് നോക്കുമ്പോഴാണ് എമിലി. അപ്പോൾ എമിലി കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുമ്പോൾ അത് സർവൻറ്റ്. അപ്പം ഗ്രേസാന്നോർത്താ വെടിവെച്ച്. അപ്പോഴാണ് ഗ്രേസിന് മനസ്സിലാകുന്നത് പണി പാലും വെള്ളത്തിൽ കിട്ടിയേക്കുന്നത്. ഈ കളിന്ന് ഇവർ പറയുമ്പോൾ നോർമൽ സാധാരണ ഹൈഡ് ആൻഡ് സീക്ക് അല്ല. ഇവർ രാവിലെ ആകുന്നതിനും ഇവർ ഗ്രേസിന് കൊന്നില്ല, ഇവരെല്ലാം മരിച്ചു പോകും. അതാണ് ഈ ഗെയിമിൻ്റെ റൂള്. ഇത് സെയിം സംഭവം 30 വർഷം മുമ്പ് നടക്കുന്നുണ്ട്. അതായത് ഹെലനെ ലീഡോമാസ് ഇല്ല, വെള്ളമുടിയുള്ള അമ്മച്ചി ആദ്യം കല്യാണം കഴിക്കുമ്പോൾ അന്നേ ദിവസം ഹസ്ബൻഡ് ഈ സെയിം ഗെയിം കളിച്ച് കൊല്ലപ്പെടുന്നുണ്ട്. അലക്സ് ഗ്രേസിനെ കൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് ഒളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രേസ് അലക്സിനോട് ചോദിക്കും, ഇത് എന്താ ഇവിടെ നടക്കുന്നത്, എനിക്ക് പുറത്ത് പോകണം. അന്നേരം പറയാം, അലക്സ് ഇപ്പോൾ ഒന്നിനും നേരെയില്ല, നീ എങ്ങനെയെങ്കിലും രാവിലെ അന്നേരം വരെ കാത്തിരിക്കണം, നീ വെളിയിൽ കണ്ട അവർ നിന്നെ കൊല്ലും, അതുപോലെ എല്ലാ ഡോറും വിൻഡോ എല്ലാം ക്ലോസ്ഡാ, നിനക്ക് രാവിലെ വരെ കാത്തിരുന്നേ പറ്റൂ. ഗ്രേസ് ഉടുപ്പിൻ്റെ നീളം കുറയ്ക്കുന്നുണ്ട്, കാരണം ആ ഉടുപ്പിട്ടോണ്ട് നേരെ പോയിട്ട് ഓടാൻ പോയിട്ടൊന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഗ്രേസ് ഓടി ഒരു റൂമിലോട്ട് കയറി നിൽക്കുമ്പോൾ ദേ വരുന്നത് ഡാനിയൽ. ഗ്രേസ് പറയും, ഡാനിയൽ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ഡാനിയൽ പറയും, എനിക്ക് പറ്റത്തില്ല, ഞാൻ 10 എണ്ണത്തിന് മുമ്പ് നീ ഓടിയില്ലേ അവരൊന്നും നിന്നെ കൊല്ലുമെന്ന് പറയും. ഇപ്പോൾ ഡാനിയലിന് വേറെ വഴിയില്ല, കാരണം ഡാനിയലിന് റൂൾ ഫോളോ ചെയ്യണം. അവരെല്ലാം ഓടി ഇവിടെ വരുമ്പം ഗ്രേസ് അവിടുന്ന് മാറി. ആ കൂട്ടത്തിൽ ഡാനിയലിൻ്റെ വൈഫായി ചാരിറ്റി ഉണ്ട്. ചാരിറ്റി പറയുന്നുണ്ട്, മനുഷ്യൻ നിങ്ങളൊരു വേസ്റ്റ് തന്നെ, എടുത്ത് കിട്ടിയിട്ടും കൊല്ലാതെ വിട്ടേക്കുന്നത്. ഇപ്പോൾ കൊല്ലാതെ വിട്ടതല്ല,
മിസ്സായി പോയതാന്ന് ഡാനിയൽ പറയുന്നുണ്ട്. വിത്ത് കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളത് ഡാനിയലിനും അലക്സിനും മാത്രമാണ്. വിത്ത് 6 സൈക്കോ എന്ന് പറഞ്ഞ എമിലി എന്ന് പറയും, അച്ഛാ എനിക്ക് ഈ ഗണ്ണ് ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് പറയും, നീ എൻ്റെ ക്രോസ് ബോ എടുത്തെന്ന് പറയും. ആ ക്രോസ് ബോ എടുത്ത് പിടിച്ചില്ല. അന്നേരം ഒരു സർവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ സർവൻറ്റിൻ്റെ മോന്തയ്ക്ക് എന്നെ വില്ലു ഒന്ന് കയറുന്നുണ്ട്. അങ്ങനെ ഇപ്പം 3 സർവൻ്റാണ് ഉള്ളത്. അവത്തി 2 ഇപ്പോൾ തീർന്നു. ഗ്രേസ് നേരെ ഓടിച്ചെല്ലുന്ന ആ ഗെയിം നടന്ന ഹാളിലാണ്. അവിടെ ഒരു ഗണ്ണിരിപ്പുണ്ട് ഡബിൾ ബാറിൽ. ആ ഗണ്ണെടുത്ത് പിടിച്ചിട്ട് നേരെ റൂമിലൂടെ വരുമ്പോഴത്തേ അടുത്ത സർവൻറ്റ് വരുന്നത്. അത് ലോഡ് ചെയ്ത് വെടിവെക്കാൻ നോക്കുമ്പോൾ പൊട്ടുന്നില്ല. സ്വാഭാവികം. അന്നേരം അവിടെ ഇരുന്ന് തിളച്ച വെള്ളം ഇരുന്ന് ഒരു പാത്രം എടുത്ത് നേരെ പുള്ളിയുടെ മോന്തയ്ക്ക് അടിച്ച് പുള്ളീനെ അടിച്ചിട്ട് അവിടെ നിന്ന് ഡോറ് തുറന്ന് വേറെ സ്ഥലത്തോട്ട് പോകും. ഡാനിയലും ടോണിയും കൂടെ നടന്നു വരുമ്പം ക്യാമറ ആരെ ഓണാക്കിയിട്ടുണ്ട്. അത് ആരാന്നിപ്പോൾ നോക്കുമ്പോഴാണ് അലക്സ് ആയിരുന്നു. കാരണം ഡോറും വിൻഡോ എല്ലാം അൺലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രേസിന് ഓടാൻ. അപ്പോൾ അവർ വന്ന് അലക്സിനെ പിടിച്ച് ഒരു റൂമിനകത്തുകൊണ്ട് പൂട്ടിയിടുന്നുണ്ട്. അവിടെ നിന്ന് ഓടി നേരത്തെ വിളിച്ചാൽ ലിഫ്റ്റിനകത്ത് ഒന്ന് വിളിക്കാന്നോർത്തിരിക്കുമ്പോൾ അവിടെ സർവൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ സർവൻറ്റിനോട് മിണ്ടല്ലെന്ന് പറയുമ്പോൾ ആ സർവൻ്റ് ഉടനെ അലറും, ഇവിടെ അവളുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ആ ലിഫ്റ്റ് മാൾ ഫംഗ്ഷൻ ആയി വന്ന് ആ സർവൻറ്റിനെ അങ്ങ് ചതച്ചു കൊല്ലും. മിണ്ടാതെ അങ്ങനെ അതിനെ തിരുന്നാൽ പോരാന്ന് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഡാനിയൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി 3 പേര് മരിച്ച്, ഇനി അവളെ കൊല്ലേണ്ട ആവശ്യമുണ്ടോയെന്ന് പറയുമ്പോൾ ആ വെല്ലുമിച്ച് പറ്റത്തില്ല അവൾ തന്നെ ചാങ്ങണം, എന്നാലും ഉള്ളി ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോഴത്തേക്കും ഗ്രേസും ചെല്ലും വഴി വെളിയിലോട്ടിറങ്ങി നേരെ ഫാം ഹൗസിലോട്ട് പോയി വിളിക്കും. അപ്പോൾ പുറകെ ആരെ ടോർച്ച് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് ഒളിച്ചിരിക്കും ആരാന്ന് നോക്കാൻ വേണ്ടി. നോക്കുമ്പോഴത്തേക്കും അത് അവിടുത്തെ പയ്യനാ. ആദ്യം ഒരു സർവൻ്റ് ആരെയും തപ്പി വന്നില്ല, അത് ഈ പയ്യനെയാ. ആ പയ്യൻ്റെ പേരാണ് ജോർജി. അപ്പോൾ ജോർജിന്ന് വിളിച്ച് ഇവളെ ഗ്രേസ് അങ്ങോട്ട് ചെല്ലും. ആ ചെറുക്കനെ തോക്കുണ്ട് നേരെ എടുത്ത് ഇവളെ കൈക്കിട്ട് വെട്ടി. ഗ്രേസ് ഒന്നും നോക്കിയില്ല, മോന്തക്കിട്ട് തന്നെ ഒരെണ്ണം കൊടുത്തു. അപ്പോഴത്തേക്കും ആ ചെറുക്കൻ്റെ ബോധം പോയി അവിടെ വീഴുന്നുണ്ട്. ഗ്രേസ് ആ ചെറുക്കൻ്റെ കൈ ഇരിക്കുന്ന തോക്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ആടിനെ കണ്ട് പേടിച്ച് പുറകോട്ട് നിന്ന് നേരെ ഒരു കുഴിക്കകത്തൊരു വീഴും. ആ കുഴിക്കകത്താണ് നിറച്ച അസ്ഥികൂടം. അതായത് ഇവർ നേരത്തെ കൊന്നവരുടെ എല്ലാം ബോഡി അതിനകത്ത് കൊണ്ടിരുന്നത്, അഴുകി കിടക്കും അതിനകത്ത്. അവിടുന്ന് ഏണി ചവിട്ടി കയറി നേരെ മുറിഞ്ഞ കൈ കൊണ്ട് വെക്കുന്ന ആണിക്കകത്തോട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറി അവിടുന്ന് നേരെ ഓടി ഗേറ്റിനങ്ങോട്ടാണ് ഗ്രേസ് ഓടുന്നത്. ഈ ഓടുന്നത് ചാരിറ്റി പൊക്കത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചാരിറ്റി എയിം ചെയ്ത് വെടിവെക്കുന്നുണ്ട്. അത് നേരെ ഏതോ കാട്ടിലോട്ട് പോകുന്നത് ബുള്ളറ്റ്. ചാരിറ്റി സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് അവൾ ഗേറ്റിനങ്ങോട്ട് ഓടുന്നുണ്ട്, അപ്പോൾ എല്ലാവരെയും അറിയിക്കാൻ പറയുന്നുണ്ട്. ഓടി ഗേറ്റിനടുത്ത് എത്തുമ്പോഴത്തേക്കും ഗേറ്റ് അടച്ചിട്ടേക്കുക. വേറെ വഴിയില്ല, ചാടി കയറാനാണ് കൈ മുറിഞ്ഞിരിക്കുക. മതിലാണ് ഭയങ്കര ഹൈറ്റുമാണ്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഒരു കമ്പി ഇളകുന്നുണ്ട്. ആ കമ്പി വലിച്ച് എങ്ങനെയോ പൊട്ടിച്ച് ഒരാൾക്ക് ഇറങ്ങാനുള്ള വീതിയില്ല. എന്നാലും ഗ്രേസ് ഇങ്ങനെ കഷ്ടിച്ചത് വഴി ഇറങ്ങുമ്പോൾ പുറമൊക്കെ നല്ലതായിട്ട് കീറി നേരെ റോട്ടിലെത്തി. ഇവളെ അപ്പോഴത്തേക്കും ഒരു കാർ വരുന്നുണ്ട്. ഇവളെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാതെ പോകും. അപ്പോഴത്തേക്കും ആ സെക്യൂരിറ്റി കാറായിട്ട് അത് വഴി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരെ കാട്ടിലോട്ട് ഇറങ്ങി ഓടും. അപ്പോൾ ആ സെക്യൂരിറ്റി വിളിച്ച് പറയുന്നുണ്ട്, ഗ്രേസ് നമ്മുടെ കോമ്പൗണ്ട് വിട്ട് വെളിയിലോട്ട് പോയിട്ടുണ്ട്, അവളെ ഞാൻ ഉടനെ കണ്ടുപിടിക്കാമെന്ന് മറ്റവരോട് വിളിച്ച് പറയുന്നുണ്ട്. ഗ്രേസ് കാട്ടിക്കൂടെ ഓടുമ്പോൾ പുള്ളി കാറായിട്ട് വരുന്നുണ്ട്. പുള്ളി കാറിൽ നിന്ന് ഇറങ്ങി ഗ്രേസിനെ പിടിക്കാൻ നോക്കുമ്പോൾ ഗ്രേസ് കഴുത്ത് തുണിയിട്ട് ഇറുക്കും. അപ്പോൾ പുള്ളി അനങ്ങാതെ കിടക്കുമ്പോൾ ഗ്രേസ് ഓർക്കും ചത്തന്ന്. എന്നാൽ അങ്ങനെയല്ല, ഗ്രേസ് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ പുള്ളി എഴുന്നേക്കും. ഗ്രേസ് അങ്ങനെ കുറേ കാറിൽ പോകുമ്പം ഈ അലക്സ പോലത്തെ സാധനം കാറിലുണ്ട്. അപ്പോൾ ഈ കാറ് അവരുടെ ഇത് ഓണർഷിപ്പിലല്ല വേറെ ആരെങ്കിലും എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പം അങ്ങനെ ഓഫായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങേര് വന്നത് കാറിൻ്റെ ചില്ല് പൊട്ടിച്ച് നേരെ ഒരു മൈക്കോടി വെള്ളത്തെ വെക്കും. പിന്നെ കണ്ണ് തുറക്കും ഇവളെ കയ്യും കാലും കെട്ടി കാറെ കിടക്കുന്ന. ഗ്രേസ് കണ്ണ് തുറന്ന കാര്യം അങ്ങേര് കണ്ടിട്ടില്ല. അങ്ങേര് വീഡിയോ കോൾ ചെയ്ത് അവരെ പറയുക, സാർ നിങ്ങൾ റെഡി ആയിക്കോ, ഞാൻ അവളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന അവർ കാണുന്നുണ്ട് ഗ്രേസ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഗ്രേസ് എഴുന്നേറ്റ് അവളോട് പറയാൻ നോക്കുമ്പോൾ ഗ്രേസ് നേരെ ഇവിടെ പെടലേക്ക് ചവിട്ടി ആക്സിഡൻ്റ് ആക്കും കാറ്. ആ ആക്സിഡൻറ്റ് സെക്യൂരിറ്റി തീരുന്നുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഡാനിയൽ നിൽക്കുന്നത്. ഗ്രേസ് പറയുന്നുണ്ട്, ഡാനിയൽ എന്നെ രക്ഷിച്ചുകൂടെ എന്ന് പറയും. അപ്പോൾ ഡാനിയൽ പറയും, ഇല്ല എൻ്റെ ഫാമിലിക്ക് വേണ്ടി നിന്നെ പിടിക്കണമെന്ന് പറയും. അപ്പോൾ ഡാനിയൽ വന്ന് നേരെ തോക്കുകൊണ്ട് അടിച്ച് ബോധം കെടുത്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡാനിയൽ രക്ഷപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ കൂടെ അച്ഛനായ ടോണി നിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതേസമയം അവിടുന്ന് കട്ട് ചെയ്താൽ നേരെ അലക്സിൻ്റെ സീൻ. അലക്സിനെ ഇപ്പോൾ പൂട്ടിയിട്ടേക്കുമല്ല, അവിടെ അമ്മ ബെക്കി ഒന്നിരിപ്പുണ്ട്. അപ്പം അലക്സിനോട് ഒന്ന് പറയും, മോനെ എനിക്ക് അവളെ കൊല്ലണം താല്പര്യമില്ല, ഇതിഞ്ഞ് തീർക്കാതെ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അലക്സ് പറയും, നിനക്കൊന്നും മനുഷ്യത്വമില്ല, അവളെ എങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയും, നിങ്ങളെക്കാളും നല്ലതാണ് അവളെന്ന് പറയും. ഇതേസമയം ഗ്രേസ് കണ്ണ് തുറക്കുമ്പോൾ അവർ റിച്വൽ ചെയ്യാൻ വേണ്ടി ഗ്രേസിനെ അവിടെ കൊണ്ട് നിർത്തിയേക്കും. അവരുടെ റെഡിയായി നിൽക്കുക. അപ്പോൾ അവർ റെഡിയായി നിൽക്കുന്ന സമയത്ത് അവരെല്ലാം ഒരു വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ എല്ലാവരും ഛർദ്ദിക്കും. സംഭവം എന്നാന്ന് വെച്ചാൽ ഡാനിയൽ അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇറക്കിയാണ്. എല്ലാവരും അപ്പോൾ ഛർദ്ദിക്കും. ആ സമയത്ത് ഡാനിയൽ ഇവിടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ നേരെ ചാരിറ്റിയുടെ ഫ്രണ്ടിൽ വന്ന് ചാരിറ്റി തോക്കായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ചാരിറ്റി ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഡാനിയൽ എടുത്തോട്ട് ചെല്ലുമ്പോൾ ചാരിറ്റി വെടിവിട്ടു. നേരെ വെടിപൊട്ടിക്കും നേരെ ഡാനിയലിൻ്റെ കഴുത്തേക്ക്. വേറെ വഴിയില്ല. അപ്പം ഡാനിയൽ പറയും, ഗ്രേസ് നീ ഓടിക്കോ, എന്നെ നോക്കണ്ടെന്ന് പറയും. അപ്പം നേരെ ചെല്ലുന്ന ബെക്കിയുടെ മുമ്പിലോട്ടാണ്. ബെക്കി ഗ്രേസിനെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ നോക്കും. ഗ്രേസിൻ്റെ വേറെ വഴിയില്ല. അവിടെ ഇരിക്കുന്ന പെട്ടി വെച്ച് അടിച്ച് തലക്കടിച്ച് ബെക്കിനെ കൊല്ലും. ഈ സമയത്താണ് അലക്സ് അങ്ങോട്ട് വരുന്നത്. അലക്സ് ഇതെല്ലാം കണ്ട് ഇവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ എടുത്തോട്ട് വന്നിട്ട് ഇവളെ പിടിച്ചോണ്ട് പോവുക. എൻ്റെ ഫാമിലിക്ക് വേണ്ടി നിന്നെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് സ്വഭാവം മാറും അലക്സിൻ്റെ അവസാനമാകുമ്പോൾ. ഇവളെ പിടിച്ചോണ്ട് കൊണ്ട് അവിടെ കൊണ്ട് കടത്തും.
മറ്റേ ബലി കൊടുക്കാൻ വേണ്ടി. കുടുംബത്തിലെ 2 പേര് മരിച്ചു. അതൊന്നും അവൾ നോക്കുന്നില്ല. അവർ ഇത് റിച്വൽ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇവളെ കൊണ്ട് കിടത്തി അലക്സ് നേരെ കുത്താൻ വേണ്ടി വരുമ്പോൾ ഇവള് നേരെ ഷോൾഡറിനിട്ട് കുത്തേക്കും. അപ്പോഴത്തേക്കുമാണ് ഇവളിങ്ങനെ മാറി, ഇവളെ എഴുന്നേറ്റ് ഇങ്ങനെ മാറി കത്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരറിയുന്നത് സമയം ഓൾറെഡി കഴിഞ്ഞ്, പകലായി. വെള്ളമുടി അമ്മച്ചി പറയുന്നുണ്ട് ഓൾറെഡി ലേറ്റ് ആയി, അയ്യോ നമ്മളിത് ചെയ്യാൻ റിച്വൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഫിച്ചു പറയും എനിക്കറിയാമായിരുന്നു ഇത് പണ്ടേ ഗുഡായിപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. അന്നേരം അമ്മച്ചിക്ക് അവളെ കൊന്നേ പറ്റൂ, സമയം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇവളെ കൊല്ലുമെന്ന് എടുത്തോട്ട് വരുമ്പോൾ പൊട്ടി അങ്ങ് തെറിക്കും. അന്നേരം ഗ്രേസിൻ്റെ ഒരു ചിരിയുണ്ട്, വല്ലാത്തൊരു ചിരി. അങ്ങനെ എല്ലാവരും പൊട്ടിത്തെറിച്ച് മരിക്കും. അന്നേരം അലക്സ് വന്നിട്ട് പറയാം മോളെ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായിരുന്നു, ഞാൻ ഫാമിലിക്ക് വേണ്ടിയാണ് നിന്നെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞു വരും. അപ്പം ഗ്രേസ് പറയും എന്നെ തൊടല്ലെന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് റിംഗ് എടുത്ത് അവൻ്റെ ദേഹത്തോട്ട് എറിയും, അവനും പൊട്ടിത്തെറിച്ച് മരിക്കും. അവസാനം അവിടെ മുഴുവൻ തീ പിടിക്കുമ്പോൾ ആ ചെറുതായിട്ട് നിഴൽ പോലെ മിസ്റ്റർ ലാബേലിനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കാണിച്ച് ഈ മൂവി എൻഡ് ചെയ്യുവാണ്. അപ്പോൾ കൂടെയുള്ള ഫിച്ച് പറയുന്നുണ്ട് കാരണം എനിക്ക് പണ്ടേ അറിയാം നീ ആചാരമൊക്കെ മണ്ടത്തരാന്ന്. ഇത് പറഞ്ഞു തീരുമ്പോൾ ആ വെള്ളമുടി അമ്മച്ചി പറയും ഇല്ലില്ല പകലായാലും നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത് റിച്ചർ കംപ്ലീറ്റ് ആയവർ ഇങ്ങനെയാണ് ചാകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പൊട്ടിത്തെറിച്ച് മരിക്കും. അവസാനം അലക്സ് മാത്രം ചാകുന്നില്ല. അലക്സ് ആ സമയത്ത് ഗ്രേസിനോട് ഞാൻ അറിയാതെ ചെയ്ത ഇതെല്ലാം എൻ്റെ ഫാമിലിക്ക് വേണ്ടി. അപ്പോൾ ഗ്രേസ് പറഞ്ഞു എന്നെ തൊടല്ലെന്ന് പറഞ്ഞ് അവരുടെ വെഡ്ഡിങ് റിംഗ് ഉണ്ട് അതെടുത്ത് ഊരി അവൻ്റെ ദേഹത്തെറിയും അവനും പൊട്ടിത്തെറിച്ചാവും. ആ സമയത്ത് ഇവിടെ എല്ലാം തീ പിടിക്കും. അപ്പോൾ ആ കസേര ആ ഡെവിലിനെ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അവസാനം ചോരയെ കുളിച്ച ഡ്രസ്സായിട്ട് അവൾ വെളിയിൽ പോയി ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഈ മൂവി എൻഡ് ആവുകയാണ്. അവസാനം എൻഡിങ് സീന് തീ കത്തുന്നത് ആ കസേരയെ മിസ്റ്റർ ലാബേലിനെ കാണിക്കും. ആ ലാബേലാണ് ഡീമോണിക് എൻറ്റിറ്റി. അവരായിട്ടാണ് ഇവർ കോൺട്രാക്റ്റ് ഉള്ളത്. അതായത് ഈ റിച്വൽ കംപ്ലീറ്റ് ആക്കിയില്ലേ അവരുടെ ലൈഫ് വെച്ച് അവർ കളിക്കുന്നത്. ആ റിച്വൽ കംപ്ലീറ്റ് ആക്കിയാൽ അവർക്ക് വെൽത്തും എല്ലാം കിട്ടും. അത് ഫെയിൽ ആയതുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിച്ച് അവസാനം മരിച്ചത്. ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ ആദ്യമായിട്ട് സർവൈവ് ചെയ്തത് ഗ്രേസാണ്. ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ആരും സർവൈവ് ചെയ്തില്ല. അപ്പോൾ അടുത്ത സിനിമയായിട്ട് വരുന്നവരെ ബൈ.